ദീന് കൊണ്ടുള്ള പ്രയോജനം നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്. അതൊരു അറിവ് മാത്രമല്ല. ദീനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ അത്തരം അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക, ദിക്റുല്ലാഹ് എന്ന് പറയും. ഒരു വിശ്വാസി ഒരു പക്ഷേ ശരിയായി ദിക്ർ നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ ഒരു പകലിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ അവന്റെ നാവുകൾ ഏറ്റവും അധികം സംസാരിക്കുന്നത്, ഉരുവിടുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളും നാമങ്ങളും അവന്റെ പ്രകീർത്തനങ്ങളുമായിരിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും അശ്രദ്ധമായി അള്ളാഹുവിനെ സ്മരിക്കേണ്ട പല സന്ദർഭങ്ങളിലും അള്ളാഹു നമ്മളോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ട പല കെലിമത്തുകളും പല ദിക്റുകളും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടത്, അതേപോലെ നമസ്കാര ശേഷം ചൊല്ലേണ്ടത്, ഒരു സദസ്സിലിരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, അങ്ങനെ ഒട്ടനവധി ദിക്റുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധമായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മുടെ ഒരു ബോധ്യതയുടെ പ്രശ്നമാണ്. വെറുതെ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അതിനെന്തെങ്കിലും കൂലി ഉണ്ടാവും എന്ന നമ്മുടെ കപടമായ യുക്തിയുടെ ഒരു മനസ്സ് പിശാചുണ്ടാക്കുന്നത്. പിശാചുണ്ടാക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിനു മാത്രം ഗുണം ഈ ദിക്ർ കൊണ്ട് നമുക്ക് കിട്ടും. നമ്മുടെ എല്ലാ ഗുണങ്ങളെയും നഷ്ടപ്പെടുത്തുന്നവനാണല്ലോ ശൈത്താൻ. മാത്രമല്ല പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമാണ്. ശൈത്താനെ പ്രതിരോധിക്കുവാനുള്ള ഒരു കോട്ടയാണ് അള്ളാഹുവിന്റെ സ്മരണ, ദിക്റുല്ലാഹ്. അതുകൊണ്ട് ചെല്ലാൻ നമ്മൾ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് നമുക്ക് ഗുണമായിരിക്കും. അതിനെപ്പറ്റി പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മളെ ബുദ്ധിയും ചിന്തയും യുക്തിയും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പായ ഏതു കാര്യവും അത് ദീനാണ്, അത് മതമാണ് എന്ന് വിശ്വസിച്ച് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് ഉൾക്കൊള്ളുന്നവർക്ക് ഇത് ചെല്ലാൻ തോന്നുള്ളൂ, കാണാൻ പഠിച്ചൊന്നും കാര്യമില്ല. രണ്ടാമത്തൊരു കാര്യം ഇതിന്റെ പ്രയോജനമാണ്. ഇത് ചൊല്ലുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയും സന്തോഷവും നമ്മുടെ വാക്കുകൾക്ക് അതീതമായിട്ടുള്ള അത്ര വലുതാണ്. മൂന്നാമത്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ ദിക്റുകളെ കുറിച്ച് വന്നിട്ടുള്ള ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ്. അതിങ്ങനെ ഓരോ ഹദീസും അതിനെ പറ്റിയുള്ള വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ പടച്ചോനെ ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണോ എന്ന അറിവിൽ നിന്നാണ് അത് ചൊല്ലാൻ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബോധ്യതയുള്ള പല പണ്ഡിതന്മാരുടെയും ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ചുണ്ടുകൾ എപ്പോഴും ഇങ്ങനെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും, അവിടെ കൈവിരലുകൾ എപ്പോഴും അതിന്റെ എണ്ണം പിടിച്ചുകൊണ്ടിരിക്കും. അത് അവർക്കുള്ള ബോധ്യം കൊണ്ടാണ്, അവരുടെ അറിവ് കൊണ്ടാണ്. അപ്പൊ ഈ അറിവും അതേപോലെ തന്നെ ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അനുഭവവും മതപരമായ കാര്യങ്ങളിലുള്ള വിശ്വാസവും ബോധ്യതയും ഈമാനുമാണ് നമ്മളെ ദിക്റിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ്. ലോകത്തെ പണ്ഡിതന്മാരിൽ ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒരു കാലഘട്ടത്തിന്റെ വൈജ്ഞാനികമായ മുന്നേറ്റത്തെ തിരിച്ചുവിട്ട ഒരു മഹാപണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ മുഴുവൻ അറിവുകളെയും സ്വായത്തമാക്കി ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ പ്രമാണാടിസ്ഥാനം നൽകുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ശിഷ്യനാണ് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. അദ്ദേഹം തന്റെ ഗുരുവിൽ നിന്നുള്ള അറിവും അനുഭവവും വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരനുഗ്രഹവും ഒരു സന്തോഷവും ജീവിതത്തിന്റെ ഒരു പൂർണ്ണതയും ഒന്നും നമുക്ക് കിട്ടൂല അള്ളാഹിനെ കുറിച്ച് അറിയാതെ. അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ ദീനിനെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമാക്കുന്നതും സന്തോഷമാക്കുന്നതുമാണ്. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ആ ഒരു മനസ്സമാധാനം, അതേപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ കണ്ടുമുട്ടുമെന്നുള്ള ആ ആഗ്രഹം, താല്പര്യം, ഇതൊക്കെ മനസ്സിൽ നിറയുമ്പോഴാണ് ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാകുന്നത്. എന്നിട്ട് ആ മഹാപണ്ഡിതന്മാർ പറയുന്ന വാക്ക് നമ്മൾ ആലോചിക്കണം. അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഇന്ന ഫിദ്ദുനിയാ ജന്ന, ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ എത്ര ഉദാത്തമായതും ഉന്നതവുമായ സ്വർഗം എന്ന് പറഞ്ഞാൽ ജീവിത സുഖങ്ങളുടെ പൂർണ്ണതയല്ലേ സ്വർഗം എന്ന് പറഞ്ഞാൽ. ആ സുഖം ഒരാൾക്ക് ദുനിയാവെന്ന് അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ അത് എന്തുകൊണ്ടാണ് കിട്ടുക എന്നറിയോ? അത് ഈ ദിക്ർ കൊണ്ടാണ് കിട്ടുക. ശരിയായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുടെ മനസ്സ്. ഇപ്പൊ ഇന്നത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ മാനസികമായ അസ്വാസ്ഥ്യങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾ ഈ മാനസിക പിരിമുറുക്കങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെറുതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങിയിട്ട് ഇങ്ങനെ ചെറിയ ടെൻഷൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ല, ഒരു ഡോക്ടർ നിർദ്ദേശമില്ലാതെ വെറുതെ ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ ആളുകൾ ആലോചിച്ച് നോക്കും നിങ്ങൾ, എത്ര അപകടകരമാണ് നമ്മുടെ സാഹചര്യം. ചെറിയ കുഞ്ഞു മുതൽ വലിയ ആളുകൾ. അള്ളാഹു റസൂലും നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയങ്ങൾക്ക് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്താ സുഹൃത്തുക്കളെ നമുക്ക് ഈ അസ്വസ്ഥതകൾ വരാൻ കാരണം?
നമ്മൾ ചിന്തിക്കുന്നത് മുഴുവനും അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളാണ്. ഏത്? ആഗ്രഹിച്ചിട്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ. ആലോചിക്കാറില്ലേ? നമ്മൾ ആഗ്രഹിക്കേണ്ടി നമ്മൾ, പക്ഷെ നേടാൻ പറ്റണം. അതിനെപ്പറ്റി ചിന്തിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ വിലപ്പെട്ടത്, അത് ഉറ്റവരുടെ ജീവനാവാം, അല്ലെങ്കിൽ കരുതി വെച്ച സമ്പത്താവാം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളാവാം. അതിനെപ്പറ്റി നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന അനേകം നാമഗുണ വിശേഷണങ്ങളുടെ ഉടമയായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ ഒന്നാമത്തെ കാര്യം ഈ ചിന്തകളൊക്കെ മാറും. രണ്ടാമത്തത്, നമുക്ക് പ്രതികൂലമാകുന്ന എല്ലാ ചിന്തകൾക്കുമുള്ള പരിഹാരമാണ് അള്ളാഹു. അള്ളാഹിനെ കുറിച്ച് ഓർക്കും ചിന്തിക്കും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെ സമാധാനപ്പെടാതിരിക്കും? മനസ്സിന് പ്രതികൂലമായത് ചിന്തിക്കാതിരുന്നാൽ തന്നെ മനസ്സമാധാനം കിട്ടും. നമുക്ക് ഇടങ്ങേറുണ്ടാകുന്ന കാര്യം ചിന്തിക്കാതെ മനസ്സമാധാനം കിട്ടുന്നു. അങ്ങനെ കിട്ടുമെങ്കിൽ അള്ളാഹുവിന്റെ സ്മരണകളും കൂടെ ആവുമ്പോൾ സമാധാനം കിട്ടുന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയമുള്ളത്? ഇന്ന ഫി ദുനിയാ ജന്ന, ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. മല്ലം യദ്ഖുലുഹ, ആ സ്വർഗ്ഗത്തിൽ ഒരാൾ കേറിയിട്ടില്ലെങ്കിൽ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, പരലോകത്തെ സ്വർഗ്ഗത്തിൽ കേറൂല എന്നാണ്. എന്താ സുഹൃത്തുക്കളെ അർത്ഥം? ഈ സ്വർഗ്ഗം ഏതാ? അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടും ദീന് കൊണ്ടും കിട്ടുന്ന ഒരു മനസ്സമാധാനം. ആ മനസ്സമാധാനം സ്വർഗ്ഗ തുല്യമാണ്. അത് ഇവിടുന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സുകൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗം നമുക്ക് പ്രതീക്ഷിക്കാന്നാണ് ഈ മഹാപണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇതൊക്കെ ഒരു ശീലമാക്കാൻ ശ്രമിക്കണം. ഖുർആനിലും ഹദീസിന്റെയും തെളിവുകൾ കേൾക്കാനിട്ടാണെങ്കിൽ നമ്മൾ കേൾക്കുക. സൂറത്ത് അഹ്സാബ് 41 അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദ്കുറുല്ലാഹ ദിക്റൻ കതീറ, ഈ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. എങ്ങനെ? ദിക്റൻ കതീറ. ദിക്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ധാരാളം സ്മരിക്കണം, ധാരാളം സ്മരിക്കണം. അള്ളാഹുവിനെ സ്മരിക്കേണ്ട വചനങ്ങൾ കാണാതെ പഠിച്ചിട്ട് അതിന്റെ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെല്ലണം എന്നാണ്. നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കണം. ജുമാ കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും ഒക്കെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നു ഒരു ദിക്റെങ്കിലും ചൊല്ലാതെ നമ്മൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. മാമിൻ ഖൗമിൻ ജലസൂ മജ്ലിസൻ, ഒരു ജനത ഒരു സ്ഥലത്ത് ഇരുന്നു, അവിടുന്ന് പോലെ എഴുന്നേറ്റ് പോകുന്നതിലിടക്ക് അള്ളാഹുവിന്റെ സ്മരണകൾ ഉണ്ടായില്ല എങ്കിൽ ഒരു ചത്ത കഴുതനെ കണ്ടു പോണ ആൾക്കാരെ പോലെയാണ്. അവരുടെ ഒരു മനോവികാരം എന്തായിരിക്കും? എത്ര എത്ര നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞത് ആലോചിച്ചു നിങ്ങൾ. അത്രയും സമയം അള്ളാഹുവിനെ ഓർക്കാതെ ഇരുന്ന് സമയം നീക്കിയതിൽ അവർ പരലോകത്ത് ഖേദിക്കാതിരിക്കൂല. അവർക്ക് സങ്കടം തോന്നുന്നതാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ സമയം നഷ്ടപ്പെടുത്തിയാൽ അവർക്ക് സങ്കടം തോന്നിപ്പോകുന്നതാണ്. ഏറ്റവും നല്ല പ്രവർത്തനം ഞങ്ങൾക്ക് പറഞ്ഞു, ഏറ്റവും നല്ല പ്രവർത്തനം നിങ്ങളുടെ നാഥന്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായ കർമ്മം, നിങ്ങളുടെ പദവികൾ നിങ്ങൾക്ക് ഏറ്റവും ഉയർത്തിത്തരുന്ന കർമ്മം, വെള്ളിയും സ്വർണവും ദാനം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം, ഒരു ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യം പറഞ്ഞു തരട്ടെ എന്ന് സഹാബത്ത് പറഞ്ഞു. ബലാ യാ റസൂലല്ലാഹ്, റസൂലേ പറഞ്ഞു തരുന്നു. ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിനേക്കാളൊക്കെ ഏറ്റവും ഗുണമുള്ള കാര്യമാകുന്നു എന്നാണ്. ജീവനുള്ളവനും മരിച്ചവനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അത്ര വ്യത്യാസമുണ്ട് അനുഭവത്തിൽ ദിക്ർ ചെല്ലുന്ന ആളും ദിക്ർ ചൊല്ലാത്ത ആളും. പല ഗുണങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട് ദിക്റിന്റെ. ഒന്നെന്താ? പിശാചിനെ അകറ്റുമെന്ന്. സുഹൃത്തുക്കളെ, സത്യം പറയും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലതകൾക്ക് പിന്നിലും ശൈത്താൻ. എല്ലാ പ്രതികൂലങ്ങളും ഒന്ന് നമ്മുടെ മനസ്സല്ലേ. ആ മനസ്സിൽ എന്തൊക്കെ ചിന്തിക്കുന്നുവോ അതിൽ നമുക്കെതിരായ എല്ലാ ചിന്തക്ക് പിന്നിലും പിശാച്. പിശാച് അങ്ങോട്ട് മാറി നിന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖവും സമാധാനവും ചെറുതാവില്ല. അത് അള്ളാഹ് പറഞ്ഞാണ്, അള്ളാഹുവിന്റെ സ്മരണ വിട്ട് ജീവിക്കുന്ന ആളുണ്ട്, അവൻ അള്ളാഹ് ഒരു ശൈത്താനെ കൂട്ടുകാരനായി ഏർപ്പെടുത്തി കൊടുക്കുന്ന എല്ലാ കാര്യത്തിലും ആ പിശാചാണ് പിന്നെ അവനെ നയിക്കുക. അവന്റെ ജീവിതം ദുരിതങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുമെന്നാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ.
ആർക്കെങ്കിലും അങ്ങനെ പിശാച് അവനെ വഴിതെറ്റിക്കുന്ന എന്തെങ്കിലും ചിന്തകൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഓർമ്മ വരുന്നതാണ്. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അവൻ മടങ്ങും. അപ്പോൾ അവർ ഉൾക്കാഴ്ചയുള്ളവരാകും എന്നാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, സുരക്ഷയാണ്. നമുക്ക് ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ അറിയുന്നത്, നമുക്ക് ഈ ദിക്ർ ചെല്ലുക എന്ന് പറഞ്ഞാൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ അത് പറഞ്ഞു തന്നു. വആമുറുക്കും അൻ തദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെല്ലാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ പിന്നാലെ അവനെ ഓടിച്ചു പിടിക്കാൻ വേണ്ടി ശത്രു അവന്റെ കൂടെ വന്നു. ഇവൻ മുന്നിൽ ഓടുന്നു, ശത്രു പിറകെ ഓടുന്നു. അങ്ങനെ ഓടി ഓടി അവസാനം എന്ന് വെച്ചാൽ അവന് കേറി സുരക്ഷിതത്വം നേടാവുന്ന ഒരു കോട്ടയിൽ അവനെത്തി. അങ്ങനെ ആ കോട്ടയിൽ നിന്ന് അവൻ അഭയം തേടി. അപ്രകാരമാണ് ഒരു അടിമ. അവന്റെ പിന്നാലെ കൂടുന്ന പിശാചിന്ന് അവന് സുരക്ഷിതം, ആ കോട്ടയുടെ സുരക്ഷ ദിക്റുകളെ കൊണ്ട് അവന് കിട്ടും എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ. മാത്രല്ല, നരകത്തിൽ നിന്നുള്ള രക്ഷ നമ്മൾ ആഗ്രഹിക്കണേ, അതിനുള്ളൊരു വഴിയും ദിക്ർ തന്നെയാണ്. എന്റെ അടിമ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ ഓർക്കും. അവൻ എന്നെ കുറിച്ച് ഒരു ജനതയിൽ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അവനെ ഏറ്റവും ഉത്തമമായ ആളുടെ കൂടുതൽ അവനെ പറ്റി ഞാൻ പരാമർശിക്കുന്നതാണ്. മാത്രല്ല, മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി അള്ളാഹുവിനെ സ്മരിക്കുന്നതിനേക്കാളും അവന് രക്ഷ നൽകുന്ന മറ്റൊരു പ്രവൃത്തിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നരകത്തിൽ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് അള്ളാഹുവിനെ ദിക്ർ ചെല്ലുക എന്നുള്ളത്. എത്രയാണ് സുഹൃത്തുക്കൾ അതിന്റെ പ്രതിഫലം? കാരണം വെച്ചാൽ ഒരു ദിക്ർ നമ്മൾ ചെല്ലുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലം കൊണ്ടല്ലേ, കൂലി കൊണ്ടല്ലേ. നമ്മുടെ നന്മയുടെ തുലാസ് കനം തൂങ്ങിയിട്ടല്ലേ നമ്മൾ സ്വർഗത്തേക്ക് പോണത്. അത് കരം തൂങ്ങാൻ അത്രമാത്രം ദിക്ർ ഉപകാരപ്പെടും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫി യൗമിൻ 100 മറ. 100 വട്ടം ചെല്ലേണ്ട കുറച്ച് ദിക്റുകളുണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇത്. ഞാനിപ്പോ ഈ പറഞ്ഞ സംഗതി ഈ ദിക്ർ കാണാതെ അറിയാത്ത ഒരാളും എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 100 പ്രാവശ്യം ഒരു പകൽ പറയാൻ, അല്ലെങ്കിൽ രാത്രിയും വൈകുന്നേരവും പറയാൻ എന്താ സഹോദരൻ നമുക്ക് തടസ്സം? അതിന് കൂലി കേട്ടോളി. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. 100 നന്മ അവൻ ചെയ്തു, 100 നന്മ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. നമ്മൾ ചെയ്ത 100 തെറ്റ് ആ സന്ദർഭത്തിൽ പൊറുക്കപ്പെട്ട് കഴിഞ്ഞു. അന്ന് വൈകുന്നേരം വരെ പിശാച് അവനെ ഉപദ്രവിക്കൂല. ഇതിലേറെ വേറെ ആൾ ചെയ്താലേ ഇവനേക്കാൾ മുത്തവനാകുള്ളൂ. അത്രമാത്രം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫി യൗമി 100 മറ. 100 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അറിയാത്ത ആൾക്കാരാരാ? അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്നെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതാണ്. അവന്റെ തെറ്റുകളൊക്കെ പോകുന്നതാണ്. ഒരു കടലിലെ നുരകളോളം തെറ്റുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വട്ടം പറഞ്ഞാൽ ആ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. സുഹൃത്തുക്കളെ, വഹയിലൂടെ സ്ഥിരപ്പെട്ട ഈ കാര്യം അള്ളാഹു നമുക്ക് തരുന്ന ഒരു പ്രോമിസാണ്, വാഗ്ദാനാണ്. അതെങ്ങനെ നമുക്ക് കിട്ടാതെ പോകും? വളരെ ലളിതമായി ജീവിതത്തിൽ ചെയ്യാവുന്ന. മറ്റൊന്ന് ദിക്റിനെ പറ്റി പറഞ്ഞതാണ്, സ്വർഗത്തിലെ കൃഷി എന്നാണ്. കൃഷി നമ്മൾ നട്ടാ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നബി സ്വല്ലല്ലാഹു അലൈഹി ആകാശാരോഹണം മിഅ്റാജിൽ പോയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടിയ സംഭവം ഹദീസിൽ പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്ന കാര്യമാണ്, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി സലാം, എന്നിലുള്ള സലാം നിന്റെ ഉമ്മത്തിന് നീ പറയണം. വഅഖ്ബിറുഹും അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ, നല്ല മണ്ണാണ് സ്വർഗ്ഗത്തിന്റേതെന്ന് അവരെ അറിയിക്കണം. അദ്ബത്തുൽ മാ, അവിടുത്തെ വെള്ളം അത്രമാത്രം മധുരകരമായ വെള്ളമാണ്. വഅന്നഹ ഖിആനു, ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു മണ്ണാണ് അവിടെയുള്ളത്. വഅന്ന ഗിറാസഹ, എന്താണ് ആ മണ്ണിൽ നടാൻ പറ്റുന്നത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നൊരാൾ പറഞ്ഞാൽ അതവന് സ്വർഗത്തിലെ കൃഷിയായി അവന് വളർന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. എത്രമാത്രം പ്രതിഫലങ്ങളെ കുറിച്ചാണ് സുഹൃത്തുക്കളെ ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് മാത്രമല്ല, ധാരാളം പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊക്കെ ഒന്ന് അറിഞ്ഞോളന്നില്ല, അത് ചൊല്ലാൻ ഒരു സമയവും സന്ദർഭവും കാണിക്കാം. ഒരു എടങ്ങേറാണ്. രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ സുബഹിക്ക് നിസ്കരിച്ച് നല്ല ദിക്റൊക്കെ ചൊല്ലിയപ്പോൾ ഇറങ്ങും, എന്തെങ്കിലും ഒരു തിന്മ കണ്ണിൽ തടയുന്നതോടുകൂടെ ആ മനസ്സിന്റെ വെളിച്ചം കേടും.
തെറ്റുകൾക്കുള്ള പ്രശ്നം. എന്തെങ്കിലും ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ മനസ്സിനൊരു വെളിച്ചുണ്ട്, ആ വെളിച്ചം കേൾക്കും. പിന്നെ നമ്മളൊരു മൂഡ് ഓഫിലേക്കാണ്, ഒരു ഇടങ്ങേറിലേക്കാണ് പിന്നെ നിൽക്കുന്നുണ്ടായിരിക്കാൻ. ഇതേപോലെയാണ് എന്തറിയോ, നമ്മുടെ മനസ്സിലുള്ള ആ വെളിച്ചം ഇങ്ങനെ വർദ്ധിച്ച് 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 അതിന്റെ ദീപ്തി കൂടി കൂടി വരുന്നതാണ്. ഇപ്പോ അള്ളാഹുവിന്റെ സ്മരണകൾ ദിക്റുകൾ ഉണ്ടാകുമ്പോൾ അത് കൂടി കൂടി വരും. എന്താണ്? മരിച്ച ജീവനില്ലാത്ത ഒരുത്തനെ പോലെയാണോ? ഒരുത്തിന് ഞാൻ എന്ത് ചെയ്തു? ജീവൻ നൽകി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഒരു വെളിച്ചം നൽകി. ആ വെളിച്ചവുമായി അവൻ ഇങ്ങനെ നടന്നു പോകും. നമ്മളെ മനസ്സിലൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ എല്ലാ ഭാഗത്തും ആ വെളിച്ചത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് സുഹൃത്തുക്കളെ ദിക്റിനുണ്ട്. മാത്രമല്ല, ദിക്ർ ചെല്ലുന്ന ആളുകളെ എന്ത് ചെയ്യുന്നറിയോ? അന്നഹു യൂജിബു സ്വലാത്തല്ലാഹി വമലായികതി അലദ്ദാകിർ. ദിക്ർ ചെയ്യുന്നവൻ അല്ലാഹുവിന്റെയും അതേപോലെ മലക്കുകളുടെയും സ്വലാത്ത്, അനുഗ്രഹം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ്. തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അതാണ്. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കതീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. രാവിലെയും വൈകുന്നേരം സുബഹി കഴിഞ്ഞിട്ട് കുറച്ചേരം ദിക്റില്ലേ. മഗ്രിബിന്റെ മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം. ഖബല തുലൂഇ ശംസി വഖബല ഖുറൂബ്. ഉദയത്തിന് മുമ്പും അസ്തമയത്തിന് മുമ്പും. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമാ. ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കൂ. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ സ്മരിക്കൂ. അവനും അവന്റെ മലായികത്തുകളും നിങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുവരും. അല്ലാഹു സത്യവിശ്വാസികളോട് അങ്ങേയറ്റം ദയ കാണിക്കുന്നവനാവുന്നു. അള്ളാഹിന്റെ കാരുണ്യം നമുക്ക് കിട്ടാൻ, അനുഗ്രഹം നമുക്ക് കിട്ടാൻ ദിക്റുകളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കിട്ടാൻ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ഈ രാവിലെ വൈകുന്നേരം ദിക്റിന്റെ ഒക്കെ ചെറിയ സാധനത്തെ നമുക്ക് കുറിപ്പുകൾ നമുക്ക് കിട്ടും. നമ്മുടെ മൊബൈലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചൊല്ലണം. ജീവിതത്തിൽ ശേഷിക്കുന്ന കാലം നമ്മുടെ അക്കൗണ്ടുകൾ നിറക്കാൻ, നന്മകൾ നിറക്കാൻ, ഭയങ്കരമായ സന്തോഷത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, വലിയ പ്രതിഫലങ്ങൾ നേടാൻ, പിശാചിന്റെ പ്രേരണകളിൽ നിന്ന് രക്ഷപ്പെട്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ മഹത്തായ നിർദ്ദേശങ്ങളെ പാലിക്കുവാനും യഥാർത്ഥ വിശ്വാസികളാകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. ദിക്റിന്റെ തന്നെ മറ്റൊരു പ്രയോജനമായിക്കൊണ്ട് ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽവാബിലു സ്വയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ദിക്ർ നമ്മൾ ഓരോ ദിക്റുകൾ പറയുമ്പോഴും അള്ളാഹു അതിന് മറുപടി പറയുന്നു. അള്ളാഹു സത്യപ്പെടുത്തുന്നവൻ സത്യവാനാണ്. അവൻ പരലോകത്ത് കാദിബീങ്ങളുടെ, വ്യാജന്മാരുടെ, കള്ളന്മാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല. നമ്മൾ ദിക്ർ പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയ ഒരു വിശ്വാസിയാണെന്ന് അള്ളാഹു സ്ഥിരീകരിക്കുന്നതാണ് നമ്മൾ ഓരോന്ന് പറയുമ്പോഴാണ്. ഇദാ ഖാല അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പറയും സദഖ അബ്ദി ലാ ഇലാഹ ഇല്ലാ വന വ അന അക്ബർ. ഞാനല്ല ആരാധനയില്ല, ഞാൻ ഏറ്റവും വലിയവനാണെന്ന് എൻ്റെ അടിമ സത്യപ്പെടുത്തിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു എന്ന് പറയുമ്പോൾ അല്ലാഹ് പറയുന്നതാണ് സദഖ അബ്ദി ലാ ഇലാഹ ഇല്ലാ അന വഹദി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല എന്ന് പറയുമ്പോൾ അല്ലാഹ് പറയും സദഖ അബ്ദി ലാ ഇലാഹ ഇല്ലാ അന ലാ ശരീക ലി. എനിക്ക് പങ്കുകാരില്ല എന്ന് എൻ്റെ അടിമ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അടിമ ഓരോന്ന് പറയുമ്പോഴും അള്ളാഹു അതിന് മറുപടി പറയുമെന്നാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇതൊരു ശീലമാക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ധാരാളം ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുക നമ്മളത് ചൊല്ലുമ്പോൾ മാത്രമാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ ശീലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ശീലമാകാത്തവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക. അസ്വസ്ഥമാകുന്ന മനസ്സുകൾ വെറുതെ അനാവശ്യങ്ങൾ ചിന്തിച്ച് ഓരോ ടെൻഷൻ വരുത്തി മരുന്നും കഴിച്ച് ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസവും ഒക്കെ അനുഭവിക്കാൻ, നല്ല വീടുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എന്നിട്ട് വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ടെൻഷനാകണ എത്രയോ ആളുകൾ. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നത് യഥാർത്ഥത്തിൽ മനസ്സിന്റെ സമാധാനത്തിനുള്ള ഭക്ഷണമാണ്. യഥാർത്ഥത്തിൽ ഇതിനൊരു ഭക്ഷണമാണ്, അല്ലെങ്കിൽ മരുന്നാണ്. ആ മരുന്നാണ് ഈ ദിക്റുകൾ എന്ന് പറഞ്ഞാൽ. അത് ശരിയായി പഠിക്കാനും അത് ചൊല്ലാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു നിന്റെ സ്മരണകളെ ശരിയായി നിലനിർത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ നീ സത്യപ്പെടുത്തുന്ന യഥാർത്ഥ ദാസന്മാരിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തണേ റഹ്മാൻ. ദിക്റിന്റെ പ്രയോജനങ്ങളെ ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. പല ആളുകളും രോഗികളായ ആളുകൾ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന നമ്മുടെ ഒരു സഹോദരന്റെ കുട്ടി, ചെറിയ കുട്ടി സർജറി കഴിഞ്ഞ്
അല്പം പ്രയാസകരമായ അവസ്ഥയിലാണ്. അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കൊടുക്കുകയും മാതാപിതാക്കളോടൊപ്പം സമാധാനത്തോടെ ജീവിക്കുവാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾ നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുൾപ പ്രദാനം ചെയ്യണം റഹ്മാൻ. അള്ളാഹു നിന്റെ ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. സുഖങ്ങളുടെ സമ്പൂർണ്ണമായ സമാധാനത്തിന്റെ വീട്ടിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.